ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്ടപ്പം അല്ലെങ്കിൽ ഓട്ടാടയുടെ റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. വളരെ സോഫ്റ്റും അതേസമയം ഫ്ലഫി ആയിട്ടുള്ള ഒരു ലേസ് പോലത്തെ ഒരു അപ്പമാണിത്. ഓട്ടപ്പം ഹോൾസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിതിന് ഓട്ടപ്പം അല്ലെങ്കിൽ ഓട്ടാട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ ഈ ഓട്ടപ്പം എന്ന് പറയുന്നത് ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മൾ ഓട്ടപ്പം ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. ഇതുപോലെ നന്നായിട്ട് പരന്നിട്ടുള്ള മണ്ണ് കൊണ്ടുള്ള പാനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മയക്കിയെടുത്ത ചട്ടിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചട്ടിയുടെ പഴക്കം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എളുപ്പം ഓട്ടപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഓട്ടപ്പം ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മുട്ടത്തോട് പൊടിച്ച് ഈ ചട്ടിയിലേക്ക് നന്നായിട്ട് ഉരച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടപ്പം ചുടുകയാണെങ്കിൽ വളരെ എളുപ്പം ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിന് നമ്മൾ വെറും 2 ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അരിപ്പൊടിയും മുട്ടയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കില്ലേ, ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുട്ടയാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1 മുട്ട എന്ന കണക്കിലാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കരുത്. പിന്നെ നമ്മൾ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്താൽ മതിയാവും. ആദ്യമേ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആൻഡ് ഫൈൻ ആയിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ ബാറ്ററിന് കറക്റ്റായിട്ടുള്ള ഒരു അയവുണ്ടായിരിക്കണം. ഒത്തിരി ലൂസായിട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടോ ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഓട്ടപ്പം കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒത്തിരി ലൂസ് ആവുകയും വേണ്ട, എന്നാൽ ഒത്തിരി കട്ടിയാവുകയും വേണ്ട. ബാറ്റർ നല്ല കട്ടിയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി ഓട്ടപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി മൺചട്ടി അടുപ്പത്ത് വെക്കണം. അതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ചെറിയ തീയിൽ ഇത് നന്നായിട്ട് വരില്ല. മൺചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ മാവൊഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ അളവിൽ മാവൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വയ്ക്കണം എന്ന് തന്നെ ഇല്ല, പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓട്ടടയിൽ നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ചട്ടുകം ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ എണ്ണയൊന്നും തേച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം ഇളക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. പക്ഷെ 2-3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റും. ഇനി ഇതുപോലെ ബാക്കി മാവും കൂടി ചുട്ടെടുക്കാം. ഇത് കണ്ടോ, ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് ആദ്യത്തെ പോലെ അത്ര പാടുണ്ടായിരുന്നില്ല ഇളക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ 5-6 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ബാക്കി ഓട്ടപ്പവും കൂടി ചുട്ടെടുക്കാം. ഇത് കണ്ടോ, നല്ല ഹോൾസൊക്കെ ആയിട്ട് ശരിക്കും ലേസ് പോലാണ് ഈ അപ്പം ഉണ്ടാവുക. നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴേ ഈ ഒരു എഫക്റ്റും ഈ ഒരു ടേസ്റ്റും കിട്ടുകയുള്ളൂ. നമ്മളിത് പാനിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് മൺചട്ടിയിൽ തന്നെ ചെയ്യണം. അതുപോലെ ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കണം. ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരു 30 സെക്കൻഡിനകത്ത് തന്നെ ഓരോ ഓട്ടപ്പവും റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഓട്ടപ്പം റെഡിയാക്കാനായിട്ട് അരി കുതിർക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ മാവ് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞിരിക്കണം.
മാവ് നന്നായിട്ട് അരയാതെ അതിൽ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓട്ടപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അരയ്ക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഈ ഓട്ടപ്പം ചിക്കൻ കറിയുടെയും മട്ടൻ കറിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഈ വർഷം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.